നമസ്കാരം. സ്പെയിനിലേക്ക് കുടിയേറ്റക്കാരുടെ പ്രവാഹം തുടരുന്നതിനിടെ രാജ്യം വലിയ ആക്രമണത്തിന് ഇരയാകുകയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. വെറും 2 ദിവസത്തിനുള്ളിൽ 60,000-ലധികം ആളുകൾ മൊറോക്കോയിൽ നിന്ന് കടൽ മാർഗവും അതിർത്തിവേലികൾ തകർത്തും ഇരച്ചു കയറിയതോടെയാണ് പ്രദേശം പൂർണ്ണമായി അരാജകത്തിലായത്. പ്രതിസന്ധി രൂക്ഷമായതോടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസിനെ സഹായിക്കാനുമായി സ്പെയിൻ സായുധസേനയെ വിന്യസിച്ചു. അശാന്തി തുടരുന്ന സാഹചര്യത്തിൽ സെബൂത്തിൽ മാനുഷിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. മൊറോക്കൻ നഗരമായ ഫ്രിഡേക്കിൽ നിന്നും അതിർത്തി കടന്ന 10,000-കണക്കിന് ആളുകളാണ് തെരുവുകളിലേക്ക് ഓടിക്കയറിയത്. ജനക്കൂട്ടം വീടുകളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും കാറുകൾക്ക് തീയിട്ടതും പ്രദേശവാസികളിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. കടകളും ബേക്കറികളും അടഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശത്ത് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ തെരുവുകളിലും പാർക്കുകളിലും നടപ്പാതകളിലുമായി കഴിയുകയാണ്. സാഹചര്യം വിലയിരുത്താൻ പ്രദേശത്തെത്തിയ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. സംഭവം സ്പെയിനിൻ്റെ പ്രാദേശിക അഖണ്ഡതയ്ക്ക് മേലുള്ള ലംഘനമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി നൽകാൻ ഈ വർഷം തുടക്കത്തിൽ സർക്കാർ പദ്ധതി കൊണ്ടുവന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നാണ് വിമർശനം. കൂടാതെ കടൽമാർഗം എത്തുന്ന കുടിയേറ്റക്കാരെ ഉടനടി തിരിച്ചയക്കാൻ കഴിയില്ലെന്ന സുപ്രീം കോടതിയുടെ സമീപകാല വിധി മനുഷ്യക്കടത്തുകാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇരട്ടിയിലധികം കവിഞ്ഞാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം. അതിർത്തികളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുന്നുകളിലും തീരപ്രദേശങ്ങളിലും ഇപ്പോഴും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നത് അധികൃതരെ ആശങ്കയിലാക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് സ്പെയിൻ കൂടുതൽ പോലീസിനെയും സൈനികരെയും പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. സിവിൽ ഗാർഡിന് സഹായമായി സായുധസേനയും ഡ്രോണുകളും പെട്രോൾ ബോട്ടുകളും രംഗത്തിറക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി നിയന്ത്രണം ശക്തമാക്കിയിട്ടും കൂടുതൽ പേർ കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നഗരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് തീയിടുകയും കെട്ടിടങ്ങളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുകയും നാട്ടുകാർ വീടുകൾ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. 24 മണിക്കൂറിനിടെ 49,000 പേരെത്തിയെന്നാണ് മറ്റൊരു കണക്ക്. അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാനാകാതെ സെറ്റയിലെ പ്രാദേശിക ഭരണകൂടം സ്പെയിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. വടക്കൻ ആഫ്രിക്കൻ തീരത്തോട് ചേർന്നുള്ള സ്പെയിൻ്റെ സ്വയംഭരണ പ്രദേശമാണ് സെറ്റ. ജിബ്രാൾട്ടർ കടലിടുക്കിൽ സ്പെയിൻ എതിർഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന 6 മൈൽ നീളമുള്ള ഉപദ്വീപിലാണ് സെറ്റ നഗരം. സ്പാനിഷ് മെയിൻലാൻഡിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് അതിർത്തി. ആഫ്രിക്കയുമായി കര അതിർത്തി പങ്കിടുന്ന ചുരുക്കം യൂറോപ്യൻ യൂണിയൻ ഭാഗമെന്ന പ്രത്യേകതയും സെറ്റയ്ക്കുണ്ട്. 1580 മുതൽ സ്പാനിഷ് ഭരണത്തിന് കീഴിലാണ്. എന്നാൽ പ്രദേശങ്ങളിലെ സ്പാനിഷ് ഭരണത്തെ മൊറോക്കോ അംഗീകരിക്കുന്നില്ല. യൂറോപ്പിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ വഴി കൂടിയാണിത്. ബെലിയൂനച്ച് തുടങ്ങിയ മൊറോക്കൻ നഗരങ്ങളിൽ നിന്നാണ് സെബൂട്ടയിലേക്ക് അഭയാർത്ഥികൾ എത്തുന്നത്. കടൽമാർഗം എത്തുന്ന കുടിയേറ്റക്കാരെ ഉടൻ തിരിച്ചയക്കാനാവില്ലെന്ന കോടതിയുടെ സമീപകാല വിധി സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഈ നിയമപരമായ സാഹചര്യം മനുഷ്യക്കടത്ത് സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ കുടിയേറ്റ പ്രതിസന്ധികളെ അനുസ്മരിപ്പിക്കുന്ന ഈ പുതിയ സംഭവവികാസം യൂറോപ്പിൻ്റെ കുടിയേറ്റ നയങ്ങളെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതിർത്തി സുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഒരുപോലെ ഉറപ്പാക്കേണ്ട വെല്ലുവിളിയാണ് ഇപ്പോൾ സ്പെയിൻ നേരിടുന്നത്.